പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 29. പ്രധാന വാർത്തകൾ. രാജ്യത്തേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച 2 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ കോസ്റ്റ് ഗാർഡ് പോലീസാണ് ഏഷ്യൻ വംശജരായ 2 പേരെ പിടികൂടിയത്. ഇവർ വന്ന ബോട്ട് പിടിച്ചെടുക്കുകയും ചെയ്തു. പ്രവേശന ചട്ടങ്ങൾ ലംഘിച്ചതിന് വ്യക്തികൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. തുംറൈത്ത് ഇന്ത്യൻ സോഷ്യൽ അസോസിയേഷൻ വാലി ഓഫീസിന് സമീപമുള്ള മൈതാനിയിൽ സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റിൽ അസഫ ടീം 1 വിജയികളായി. തുംറൈത്തിലും പരിസരത്തുമുള്ള 6 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. 8 ഓവറിൽ നടന്ന മത്സരത്തിൽ അസഫ ടീം 2 പരാജയപ്പെടുത്തിയാണ് അസഫ ടീം 1 വിജയികളായത്. ജലസുരക്ഷയൊരുക്കുന്നതിന്റെ ഭാഗമായി ധോഫാർ ഗവർണറേറ്റിലെ വിലായത്തുകളിലെ 25 നീരുറവകളുടെ അറ്റകുറ്റപ്പണികളും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടത്തുന്നു. ജലവിഭവ വകുപ്പ് പ്രതിനിധീകരിക്കുന്ന ധോഫാർ ഗവർണറേറ്റിലെ അഗ്രികൾച്ചർ, ഫിഷറീസ് ആൻഡ് വാട്ടർ റിസോഴ്സസ് ഡയറക്ടറേറ്റ് ജനറലാണ് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ ജലസ്രോതസ്സുകൾ ഉദ്യോഗസ്ഥ സംഘം സന്ദർശനം നടത്തി. മസ്കത്ത് KMCC മബേല ഏരിയ കമ്മിറ്റിയുടെ 10ാം വാർഷിക മഹാസമ്മേളനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ബിരിയാണി ഫിയസ്റ്റ 2023 ചിക്കൻ ബിരിയാണി പാചക മത്സരം വെള്ളിയാഴ്ച റുമൈസ് ഫാം ഹൗസിൽ നടക്കും. മത്സരത്തിൽ മുൻകൂർ രജിസ്റ്റർ ചെയ്ത 50ഓളം പേർ പങ്കെടുക്കും. 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ നൽകും. പരിപാടിയോടനുബന്ധിച്ച് കുട്ടികൾക്കായുള്ള വിവിധ ഗെയിമുകളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് മബേല KMCC ഭാരവാഹികൾ അറിയിച്ചു. അൽ കൗസർ വാട്ടർ കമ്പനി ജനറൽ മാനേജർ സാദിഖ് അബ്ദുൽ ഖാദറിന്റെ മാതാവ് സഫിയ അബ്ദുൽ ഖാദറിന്റെ നിര്യാണത്തിൽ IMI സലാല അനുശോചനം രേഖപ്പെടുത്തി. IMI ഹാളിൽ നടന്ന മയ്യിത്ത് നമസ്കാരത്തിന് പ്രസിഡന്റ് K ഷൗക്കത്ത് അലി നേതൃത്വം നൽകി. സാധനം വാങ്ങി വണ്ടിച്ചെക്ക് നൽകി കബളിപ്പിച്ചതായി പരാതി. മത്രാസൂക്ക് പോർബമ്പയിലുള്ള സ്വദേശിയുടെ ഹാൻഡിക്രാഫ്റ്റ്സ് കടയിൽ നിന്നും വിലപിടിപ്പുള്ള ഗഞ്ചർ വാങ്ങിയ ശേഷം 150 റിയാലിന്റെ ചെക്ക് നൽകുകയായിരുന്നു. ഇത് ബാങ്കിൽ നൽകിയപ്പോഴാണ് ബ്ലാങ്ക് ചെക്ക് നൽകി കബളിപ്പിച്ചതാണെന്ന് വ്യാപാരിക്ക് മനസ്സിലായത്. സ്വദേശി വേഷം ധരിച്ച് എത്തിയയാളാണ് ഈ രീതിയിൽ തട്ടിപ്പ് നടത്തിയത്. ഒമാനും സൗദിയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങൾക്ക് ആദരസൂചകമായി ഒമാൻ പോസ്റ്റ് സംയുക്ത തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. സൗദി അറേബ്യയുമായി ചേർന്നാണ് പ്രത്യേക സംയുക്ത സ്മരണിക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുന്നതെന്ന് ഒമാൻ പോസ്റ്റ് അറിയിച്ചു. ഈ സഹകരണ സംരംഭം ഒമാനും സൗദി അറേബ്യയും തമ്മിലുള്ള അഗാധമായ ചരിത്ര ബന്ധങ്ങളുടെയും ഉറച്ച സാഹോദര്യ ബന്ധത്തിൻ്റെയും തെളിവാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിൽ വേരൂന്നിയ സൗഹൃദവും പരസ്പര ബഹുമാനവും പ്രതിഫലിപ്പിക്കുന്നതാണിതെന്നും അധികൃതർ അറിയിച്ചു. ധോഫാർ ഗവർണറേറ്റിലെ സലാല തീരത്ത് കത്തിനശിച്ച ചരക്കുകപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട 10 ഗുജറാത്ത് സ്വദേശികളെ അഹമ്മദാബാദിലേക്ക് കയറ്റി അയച്ചതായി കോൺസുലാർ ഏജന്റ് ഡോക്ടർ K സനാതനൻ അറിയിച്ചു. ഇനി ക്യാപ്റ്റൻ മാത്രം ബാക്കിയുണ്ട്. അമിതഭാരവുമായെത്തിയ കുറ്റം ചുമത്തി ROP ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ROP ഓപ്പറേഷൻ ഹെഡിനോട് അപേക്ഷ നൽകിയിട്ടുണ്ട്. തുടർ നടപടിയുണ്ടാകുന്നതിനനുസരിച്ച് ഇദ്ദേഹത്തെയും കയറ്റി അയക്കുമെന്ന് ഡോക്ടർ K സനാതനൻ അറിയിച്ചു. ദുബായിൽ നിന്ന് സോമാലിയയിലേക്ക് ചരക്കുമായി പോവുകയായിരുന്ന ഇന്ത്യൻ കപ്പൽ വിരാട് 32120 ആണ് ഹാസിക്കിന് സമീപം ദിവസങ്ങൾക്ക് മുമ്പ് ഉൾക്കടലിൽ കത്തിനശിച്ചത്. ക്യാപ്റ്റൻ ഗത്താർ സിദ്ദീഖ് ഉൾപ്പെടെ 11 പേരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇവരെ നാട്ടുകാരുടെ സഹായത്തോടെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ചരക്ക് കപ്പലിലുണ്ടായിരുന്ന 80 വാഹനങ്ങളും കെട്ടിട സാമഗ്രികളും കത്തിനശിക്കുകയും ചെയ്തു. അടുത്ത മാസം ഖത്തറിൽ നടക്കുന്ന ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് മുന്നോടിയായുള്ള ആദ്യ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിനായി ഒമാൻ വെള്ളിയാഴ്ച ഇറങ്ങും. ചൈനയാണ് എതിരാളികൾ. അബുദാബിയിലെ ബനിയ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:15 മത്സരം. ഏഷ്യൻ കപ്പിന് മുന്നോടിയായി മികച്ച കളി കാഴ്ചവെച്ച് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിരിക്കും ഒമാൻ ഇന്ന് ശ്രമിക്കുക. മുതിർന്ന താരങ്ങളോടൊപ്പം പുതുമുഖങ്ങൾക്കും കോച്ച് അവസരം നൽകിയേക്കും. ചൈനയുമായുള്ള കഴിഞ്ഞ 6 മത്സരങ്ങളിൽ 3 വിജയം ഒമാൻ സ്വന്തമാക്കിയിരുന്നു. 2 ചൈന വിജയിച്ചപ്പോൾ 1 സമനില നിലയിലും കലാശിച്ചു. തങ്ങളുടെ ദിനത്തിൽ കരുത്തു കാട്ടുന്നവരാണ് ഇരു ടീമുകളും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരവും കനക്കുമെന്നുറപ്പാണ്. ജനുവരി 6 UAEക്കെതിരെയാണ് ഒമാന്റെ അടുത്ത സൗഹൃദ മത്സരം.
തെക്കൻ ബാത്തിന വിലായത്തിലെ വാദി അൽ മആവിൽ 4500 വർഷത്തിലധികം പഴക്കമുള്ള പുരാവസ്തുക്കൾ കണ്ടെത്തി. പൈതൃക ടൂറിസം മന്ത്രാലയം ഇറ്റാലിയൻ ഗവേഷകരുമായി സഹകരിച്ച് നടത്തിയ പര്യവേക്ഷണത്തിലാണ് ഇരുമ്പ് യുഗകാലത്ത് ജീവിച്ചവർ ഉപയോഗിച്ചിരുന്ന വിവിധ ഉപകരണങ്ങൾ കണ്ടെത്തിയത്. ഇരുമ്പ് യുഗത്തിൽ ഈ മേഖലയിൽ ജനങ്ങൾ ജീവിച്ചിരുന്നതിനും അവരുടെ സംസ്കാരം ഏറെ മഹനീയമായിരുന്നതിനും പ്രധാന തെളിവാണിത്. പൈതൃക ടൂറിസം മന്ത്രാലയത്തിൻ്റെ മേൽനോട്ടത്തിൽ നടത്തിയ ഉത്ഖനനത്തിൽ നിരവധി വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. ഗവേഷണങ്ങളിലൂടെയും പര്യവേഷണങ്ങളിലൂടെയും ലഭിക്കുന്ന ഇത്തരം കണ്ടെത്തലുകൾ വിലായത്തിൻ്റെ ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കും. ഇത്തരം പുരാതനകാല വസ്തുക്കൾ കാണാൻ നിരവധി പേരെത്തുകയും ചെയ്യും. ഒമാൻ പൊതുവെ പഴയകാല ശേഷിപ്പുകൾക്കും ചരിത്ര സ്മാരകങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകുന്ന രാജ്യമാണ്. ബാങ്കിംഗ് വിവരങ്ങൾ പുതുക്കാനെന്ന് പറഞ്ഞ് ഒമാനിൽ നടക്കുന്ന പുതിയ ഓൺലൈൻ ബാങ്കിംഗ് തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുമായി അധികൃതർ. KYC വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ അഭ്യർത്ഥിച്ച് ബാങ്കിൽ നിന്നാണെന്ന് കാണിച്ചാണ് SMS വാട്സപ്പ് സന്ദേശങ്ങൾ തട്ടിപ്പു സംഘങ്ങൾ അയക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി വിദേശികൾക്കും മറ്റും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ലഭിക്കുകയുണ്ടായി. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ നമ്മുടെ ബാങ്കിംഗ് വിവരങ്ങൾ തട്ടിപ്പു സംഘത്തിൻ്റെ കൈവശമെത്താൻ സാധ്യത കൂടുതലാണ്. KYC, പിൻ നമ്പർ, OTP എന്നിവയും മറ്റും ആവശ്യപ്പെട്ട് ഉപഭോക്താവിന് സന്ദേശങ്ങളും ഇമെയിലുകളും അയക്കുന്ന തട്ടിപ്പിനെക്കുറിച്ച് ഒമാനിലെ ബാങ്കുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബാങ്കിംഗ് വിശദാംശങ്ങൾ ആരുമായും പങ്കിടരുതെന്നും ഇത്തരത്തിലുള്ള പിൻ, OTP, CVV, കാർഡ് നമ്പർ എന്നിവ ഫോൺ, SMS, വാട്സപ്പ്, വെബ് ലിങ്ക് വഴി ആവശ്യപ്പെടില്ല എന്നും അധികൃതർ മുന്നറിയിപ്പിൽ പറയുന്നു. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. അടുത്ത വർഷം ജനുവരിയിൽ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായേക്കുമെന്ന് ഇന്ത്യൻ സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ അറിയിച്ചതായി ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ മാസം ആദ്യം സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എന്ന് ഔദ്യോഗികമായി അറിയപ്പെടുന്ന FTAയ്ക്കായി ഇരു രാജ്യങ്ങളും തമ്മിൽ മസ്കത്തിൽ 2ാം റൗണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു. കരാർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഔപചാരിക പ്രാരംഭ യോഗം നവംബർ 20-നാണ് ചേർന്നത്. തുടർന്ന് നവംബർ 27 മുതൽ 29 വരെ ന്യൂഡൽഹിയിൽ ആദ്യ റൗണ്ട് ചർച്ചകളും നടന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖും കരാർ എത്രയും വേഗം നടപ്പിലാക്കാൻ ശക്തമായ ശ്രമം നടത്തിയതായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിനയ് ക്വാത്ര ഈ മാസം ആദ്യം വ്യക്തമാക്കിയിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.